ഹലോ, നമുക്ക് നല്ല മൊഞ്ചുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? അത് വീട്ടിൽ തന്നെ ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല, സോഡാപ്പൊടി നമ്മൾ ചേർക്കുന്നത് ലാസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് പറയാം കേട്ടോ, ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുത്ത് മാറ്റിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് കോഴിമുട്ടയുടെ 4 കോഴിമുട്ട, 1 കപ്പ് പഞ്ചസാര, പൊടിച്ചെടുത്ത് പഞ്ചസാരയാണ്, പിന്നെ വാനില എസൻസ്. അതായത് 4 കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും, പിന്നെ നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ മാറി വരും. ആദ്യം ലോ ഫ്ലെയിമിലിട്ട് പിന്നെ പതുക്കെ ഹൈ ഫ്ലെയിമിലേക്ക്. അത്യാവശ്യം ഇതിപ്പോൾ നന്നായി പതഞ്ഞ് വന്ന ശേഷം പിന്നെ പഞ്ചസാര നമ്മൾ 1 കപ്പ് പഞ്ചസാരയില്ല, അതിൻ്റെ 1/2 കപ്പ് അതിന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും 1/2 കപ്പ് അതിന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താൽ തന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര കിട്ടും കേട്ടോ, പൊടിച്ച പഞ്ചസാര കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം ബീറ്റ് ചെയ്യരുത്, കുറച്ച് ചെറുതായി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഈ കളർ വളരെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് റെഡ് ഷെയ്ഡ് കിട്ടിയിട്ടില്ല. നിങ്ങളെടുക്കുമ്പോൾ നല്ല പുതിയ കളർ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കളറിൻ്റെ കളറൊന്ന് മങ്ങിപ്പോകും. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് പകുതി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കണേ. ബീറ്റർ ഉപയോഗിക്കരുത്, പതുക്കെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മാവ് താഴ്ന്നു പോകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറു ചൂട് പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് പതുക്കെയായിട്ട് ഇളക്കുന്നത് സ്പീഡിലിട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്കതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വിനാഗിരി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. വിനാഗിരിയാണ് ഇത് കേക്ക് സോഫ്റ്റ് ആക്കുന്നത്. കാരണം നമ്മൾ കളർ ആഡ് ചെയ്യുന്നത് കൊണ്ട് കേക്ക് എപ്പോഴും ഹാർഡായി പോകും. അതിനാണ് വിനാഗിരി ഒഴിച്ചാൽ സോഫ്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിലാക്കിയിട്ട് കുറച്ച് മൈദപ്പൊടിയും ആക്കി കൊടുത്താണ് ടിന്നിനകത്തേക്ക്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ പറയാനുള്ളത് 2-3 ടേബിൾ സ്പൂൺ പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ, കാരണം മാവ് അത്യാവശ്യം ലൂസ് ഇതുണ്ടായിരുന്നു. നല്ല ഹാർഡായിട്ട് കട്ടി തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടല്ല, മാക്സിമം 3-4 കേട്ടോ, അധികം ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചാണ് ആ കട്ടിയായി വരുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ കുക്കറിനകത്ത് വെച്ച് കൊടുക്കുന്നത്. കുക്കറിനകത്ത് ഒരു ചെറിയൊരു ബേസ് വെച്ചിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ ആദ്യം തന്നെ ഞാനൊരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ കേക്ക് വെക്കുന്നതിന് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് വെച്ച് ഒരു 40 മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ടൂത്ത് പിക്ക് പപ്പടക്കൊള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് കുത്തി കൊടുത്താൽ കേക്ക് അതിന്മേൽ ഒട്ടിപ്പിടിക്കില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാകും. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഏകദേശം ചൂട് പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കളർ ചേഞ്ചിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ റെഡ് കളർ ആയിരിക്കും വരിക. നല്ല സോഫ്റ്റ് കേക്കാണ്. നന്നായി ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഇത് മുകളിൽ കുറച്ച് പൊങ്ങി നിൽക്കണ്ടല്ലോ, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് നമുക്ക് അവസാനം മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു 3 ലെയറായിട്ടാണ് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കേക്കാണ്. അങ്ങനെ ഓരോന്നെടുത്ത് മാറ്റി കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ, അതുപോലെ ലൈക്കും. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമ്മൾ ലൈക്കിന് നേരെ ഉണ്ടാവും. ഹൈപ്പ് എന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ലെയറും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഫസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കുറച്ച് ഷുഗർ സിറപ്പ് കേട്ടോ കുറച്ച് ഒഴിച്ച് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് സാധാരണ നമ്മൾ ചെയ്ത് നമുക്ക് അറിയാലോ. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് കേട്ടോ. എന്തുവേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിപ്സോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ എന്തുവേണമെങ്കിലും അകത്ത് ചേർത്ത് കൊടുക്കാം, ചെറിയൊക്കെ ചേർക്കാം. അങ്ങനെ സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ബേക്കറോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കേക്ക് ഇങ്ങനെയാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ഞാനൊരു ബേക്കറോ ഒരു സെയിൽ ചെയ്യുന്ന ആളോ ഒന്നുമല്ല. അതുകൊണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എനിക്ക് അത്ര പെർഫെക്ഷനായിട്ടൊന്നത് ഡെക്കറേഷൻ ചെയ്യാനൊന്നും അറിയില്ല. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാമല്ലോ. ഞാൻ ഗ്ലാസ് മുകളിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പൊടിച്ചെടുത്തത് നമ്മൾ ആദ്യം മാറ്റിയിട്ടില്ലേ, കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതിന് മുകളിലും താഴേക്കായിട്ട് നമ്മളിത് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ചും കൂടി ഡെക്കറേഷൻ ആവാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാർട്ട് ഷേപ്പിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും കഴിച്ച് നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ, അപ്പോൾ കാണാൻ എങ്ങനെയുണ്ടെന്നെങ്കിലും കമൻറ്റ് ചെയ്യണേ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ബാക്കി ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്